പുലർച്ചെ 5 മണിക്ക് കദ്രിയിൽ ഭഗവാന്റെ നട തുറക്കും. അതിരാവിലെ ദർശനം ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റു. കാർമേഘങ്ങളുടെ നാഥനായ ഭഗവാൻ തൻ്റെ അനുഗ്രഹം വർഷമായി ചൊരിയുകയാണ്. അതിരാവിലെ തന്നെ ശക്തമായ മഴയാണ്. ദേവസ്വം കോട്ടേജ് 3 നിലകളിലായാണ്. താഴെ ഊട്ടുപുരയും ഫസ്റ്റ് ഫ്ലോർ ഡോർമെറ്ററിയും, സെക്കൻഡ് ഫ്ലോറിലാണ് സിംഗിൾ റൂമുകളൊക്കെ. റൂമിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ്. മഴ തകർത്ത് പെയ്യുകയാണ്. മഴമേഘങ്ങളുടെ നാഥനായ ഭഗവാനെ മനസ്സുരുകിയൊന്ന് വിളിച്ചു. മഴ അല്പസമയം കൊണ്ട് തന്നെ ബ്രേക്കിട്ട പോലെ നിന്നു. മെല്ലെ ക്ഷേത്രമുറ്റത്തേക്കിറങ്ങി. സമയം 5 മണിയാകാറായി. ക്ഷേത്രനട ഇപ്പോൾ തുറക്കും. ഗണപതി ക്ഷേത്രവും ഭഗവാന്റെ പ്രഭാത പൂജകൾക്കായി നട തുറന്നിരിക്കുന്നു. ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണിത്. ഗണപതി ഭഗവാനെ തൊഴുത് ദുർഗാക്ഷേത്രത്തിലേക്ക് പോയി. ഇതാണ് ദുർഗാക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. ഇനി ഭാഗീരഥി തീർത്ഥം ഒന്ന് പ്രോക്ഷണം ചെയ്ത് മുകളിൽ ശിവഭഗവാനൊന്ന് അഭിഷേകം ചെയ്യണം. പരശുരാമന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാന്റെ കൂടെ ഭാഗീരഥി തീർത്ഥവും ഒന്നിച്ചുകൂടി. അന്നു മുതലുള്ള നിലക്കാത്ത പുണ്യപ്രവാഹം. ചെമ്പുകുടത്തിൽ ഗംഗാജലം ശേഖരിച്ച് പടവുകൾ കയറി മുകളിൽ ശിവഭഗവാന് അഭിഷേകം ചെയ്തു. ശിവഭഗവാൻ അഭിഷേകം ചെയ്തതിന് ശേഷം ഹനുമാൻ സ്വാമിയെ തൊഴാൻ മുകളിലേക്ക് കയറി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. സൂര്യഭഗവാന്റെ നേരിയ ലാഞ്ചന പോലും കാണാനില്ല. ഹനുമാൻ സ്വാമിയെയും തൊഴുത് ഇനിയും മനസ്സിൽ തോന്നുമ്പോഴൊക്കെ വരാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഞ്ജുനാഥനെ തൊഴാൻ താഴേക്കിറങ്ങി. ഭഗവാനെ തൊഴുത് കുറേ സമയം ശിവസ്തുതിയും ചൊല്ലി ക്ഷേത്രത്തിനുള്ളിലിരുന്നു. നേരം കുറേശ്ശെ വെളുത്തു തുടങ്ങി. പ്രഭാതത്തിലെ കദ്രിയിലെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ്. ചില ഭൂമികകൾ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കും. അവിടെ എത്തിയതിലുള്ള സന്തോഷത്തേക്കാൾ ഇനിയും അവിടെ പോകാനുള്ള ആഗ്രഹവും പ്രതീക്ഷകളുമാണ് ഹൃദയത്തിലാകെ നിറയുക. അത്തരം പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മാത്രം മതി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. മഴമേഘങ്ങളുടെ നാഥനായ മഞ്ജുനാഥൻ സർവചരാചരങ്ങളുടെയും ജീവിതത്തിലെ ദുരിതമാകുന്ന കാറൊഴിച്ച് അനുഗ്രഹമാകുന്ന വർഷം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി നാട്ടിലേക്ക് മടക്കം.